ഒരു ഇടവേളയ്ക്ക് ശേഷം രഞ്ജി ട്രോഫി മത്സരങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ്. ഇപ്പോൾ രഞ്ജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ താരങ്ങളെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. രോഹിത് ശർമ്മ കളിക്കുന്നുണ്ട്. അതായത് മുഴുവൻ താരങ്ങളും രഞ്ജി കളിക്കണം, ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണം എന്ന രീതിയിൽ BCCI ഒരു നിർദ്ദേശം കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. നമുക്കറിയാം, രോഹിത് ശർമ്മയുടെ കാര്യം നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ യശസ്വി ജയ്സ്വാളും വേണ്ടി മുംബൈക്ക് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജയ്സ്വാളും രോഹിത് ശർമ്മയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ടീമിൽ സജീവമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പണിംഗ് ജോഡി ഒരു രഞ്ജി ടീമിന് വേണ്ടിയിട്ട് ഒരേ സമയം ഒരുമിച്ച് കളിക്കുന്നത് ഒരു ചരിത്രം. പക്ഷെ ചരിത്രം ഒക്കെ പറയുമ്പോഴും എന്താണ് സംഭവിച്ചത് എന്ന ഒരു കാര്യമുണ്ട്. എന്താണ് മുംബൈയുടെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വരുമ്പം ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന 3-4-5 താരങ്ങളാണ് രഞ്ജിയിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ജമ്മു കാശ്മീരോടാണ് കളി. മുംബൈക്ക് ഒരു മാനസിക ആധിപത്യത്തോടെയാണ് കളിക്കാൻ ഇറങ്ങിയത്. പക്ഷേ ഡിഫെൻഡിങ് ചാമ്പ്യന്മാരാണ്. പക്ഷേ ഇപ്പോൾ നടന്നത് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഉണ്ടായതിന്റെ തുടർച്ച, ഇന്ത്യയുടെ ബാറ്റിംഗ് തകർച്ച ഇവിടെ ആഭ്യന്തര ക്രിക്കറ്റിൽ വന്നപ്പോൾ മുംബൈയുടെ ബാറ്റിംഗ് തകർച്ചയും മാറിയിട്ടുണ്ട്. മുംബൈയുടെ മാത്രമല്ല, ഇന്ന് നടക്കുന്ന മറ്റ് രഞ്ജി മത്സരങ്ങളിലും പ്രധാന താരങ്ങളെല്ലാം ബാറ്റിംഗ് തകർച്ചയിലാണ്. മുംബൈയുടെ കേസ് പറയുമ്പോൾ ജയ്സ്വാളും പുറത്തായി, രോഹിത്തും പുറത്തായി. മുൻനിര മൊത്തം 4 റൺസ് എടുത്തിട്ടാണ് പുറത്താവുന്നത്. രോഹിത് 3 റൺസ് എടുത്ത് ഒരു 18 ബോളൊക്കെ കളിച്ചിട്ട് ഒരു സ്റ്റഡി ആയിട്ടുള്ള സ്റ്റാർട്ട് കിട്ടിയെന്ന് തോന്നിയ സമയത്താണ് രോഹിത്തിന്റെ വിക്കറ്റ്. രോഹിത്തിന് ഇതിപ്പം വല്ലാത്തൊരു അവസ്ഥയാണ്. ഇപ്പം പറഞ്ഞാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമാകാൻ വേണ്ടി പറഞ്ഞത് ഈ ഫോം ഔട്ടായ താരങ്ങളൊന്നും ഫോം വീണ്ടെടുക്കാൻ കൂടിയാണ്. നമ്മൾ പറഞ്ഞപ്പോൾ ഒരു സജീവ ക്യാപ്റ്റൻ, ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ 10 വർഷങ്ങൾക്ക് ശേഷമാണ് രഞ്ജി കളിക്കാൻ വേണ്ടി വരുന്നത്. ഒരു പിന്നെ നമ്മൾ കുംബ്ലയ്ക്ക് ശേഷം ഇല്ല 10 അല്ല 17 വർഷം രോഹിത് രഞ്ജി കളിക്കുന്നത് 10 വർഷങ്ങൾക്ക് ശേഷമാണ്. അതേസമയം ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ അവസാനമായി ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ അവസാനമായി രഞ്ജി കളിച്ചത് 2008-ലാണ്. അതെ, അനിൽ കുംബ്ലെ കർണാടകയ്ക്ക് വേണ്ടി കളിച്ചത്. അപ്പൊ 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ രഞ്ജിയിലേക്ക് കളിക്കാൻ വരുന്നത്. അതിൽ തന്നെ മനസ്സിലാക്കാം എന്താണ് ഇന്ത്യയുടെ അവസ്ഥയാണ്. പക്ഷെ അത് നമ്മളിപ്പോൾ പറയുമ്പോൾ രഞ്ജിയിലേക്ക് കളിക്കാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമാകുന്ന പറയുമ്പോൾ അത് ആഭ്യന്തര ക്രിക്കറ്റിനോട് പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ കളിക്കാൻ വരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് പോസിറ്റീവ് അല്ല. ഫോം വീണ്ടെടുക്കാൻ വേണ്ടി രോഹിത് കളിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷെ അവിടെ അതിനേക്കാൾ പരാജയപ്പോയി. ഇപ്പോൾ ഓസ്ട്രേലിയ നമുക്കറിയാം, ഇപ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ 5ാം മത്സരത്തിൽ നിന്ന് ക്യാപ്റ്റന് മാറി നിൽക്കേണ്ടി വന്നു. ബൂമറയാണ് നയിച്ചത്. ഈ ഫോം ഔട്ട് തന്നെയാണ് രോഹിത്തിനെ മാറ്റി നിർത്താൻ പ്രേരിപ്പിച്ചത്. അതിൽ വേറെ എന്തൊക്കെ ചർച്ച വന്നാലും അറിയാം, നായകൻ പുറത്താവുന്ന കളി അവസാനിപ്പിക്കുന്ന ഒരു ചർച്ചകൾ വന്നിരുന്നു. അപ്പോൾ എന്താ മാറി നിൽക്കുവാണെന്ന് രോഹിത് പറഞ്ഞു. ടീമിൽ നിന്ന് മാറിയെന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ വീണ്ടും പാറ്റി തെളിയാൻ വേണ്ടി വന്നു. പക്ഷേ 18 ബോളിൽ 3 റൺ എടുത്തിട്ട് പുറത്തായി. നിരാശയാണ്. ഇപ്പോൾ രോഹിത്തിൻ്റെ കേസ് മാത്രമല്ല, ഇപ്പോൾ ജയ്സ്വാളാണ് ഇപ്പം ഒരു ഫോമിൽ, ഇന്ത്യൻ ടീമിൽ ഒരു ഫോമിൽ നിൽക്കുന്ന ഒരു താരം എന്ന് പറയാം. പിന്നെ ഓസ്ട്രേലിയയിലെ ന്യൂസിലാൻഡിനോടായാലും കളിച്ചതിൽ ഒരു ഫോമിൽ യുവതാരം ജയ്സ്വാളായിരുന്നു. പക്ഷേ ജയ്സ്വാളിന് ഇന്ന് തിളങ്ങാൻ പറ്റിയില്ല. പിന്നീട് ഇപ്പം പറഞ്ഞു വരുമ്പം നമ്മുടെ രഹാനെ, മുംബൈയുടെ ക്യാപ്റ്റൻ രഹാനയ്ക്കും ശ്രേയസ് അയ്യറിനും ഒന്നും തിളങ്ങാൻ പറ്റില്ല. ഒരു ബാറ്റിംഗ് തകർച്ചയാണ് മുംബൈ. അതെ, ഷർദുൽ താക്കൂർ മാത്രമാണ് ഒന്ന് ഇത് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് മുംബൈക്ക് വേണ്ടിയിട്ട്. പിന്നെ മറ്റൊരു കാര്യം, ഡൽഹിക്ക് വേണ്ടിയിട്ട് ഋഷഭ് പന്ത് ഡൽഹിക്ക് വേണ്ടി ഇപ്പം ഡൽഹിയിൽ നിന്ന് സൗരാഷ്ട്രക്കെതിരെ കളിക്കുകയാണ്. 1 റണ്ണിന് പന്ത് ഔട്ടായിട്ടുണ്ട്. പഞ്ചാബിന്റെ നായകൻ ഗില്ല് കർണാടകക്കെതിരെ കളിക്കുന്നത് 4 റണ്ണിന് ഗില്ല് ഔട്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ടീമിലെ പിന്നെ സീനിയർ ടീമിലെ താരങ്ങളെല്ലാം ആഭ്യന്തര ക്രിക്കറ്റിൽ വന്നു. അവിടെ ഫോം ഔട്ട് വീണ്ടും ഇവിടെ തുടരുകയാണ്. ഗില്ലിൻ്റെ കേസ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഗില്ല് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ രോഹിത്തിൻ്റെയും വിരാടിൻ്റെയും മോശം ഫോം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു താരമാണ്. വിമർശനങ്ങൾക്ക് ഇടയിൽ രക്ഷപ്പെട്ടു പോയ താരമാണ്. ഗില്ലിപ്പോൾ പഞ്ചാബിനെ നയിക്കാൻ വന്നിട്ട് ഇപ്പോൾ ഇവിടെ വീണ്ടും ഫോം ഔട്ടാണ്. വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ഒരു ഇന്നിങ്സ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവിടെയും ബാറ്റിംഗ് തകർച്ചയാണ് പഞ്ചാബിന് നേരിടേണ്ടി വരുന്നത്. മറിച്ച് ഇപ്പം സൗരാഷ്ട്രക്കെതിരെ ഡൽഹിക്ക് വേണ്ടി കളിക്കാറിറങ്ങിയ പന്തും ഡൽഹി ടീമിനും എല്ലാം ബാറ്റിംഗ് തകർച്ചയാണ് വന്നത്. ഇപ്പോൾ സീനിയർ ടീമിലെ താരങ്ങൾ, അത് ആഭ്യന്തര ക്രിക്കറ്റിൽ ഇപ്പം സജീവമല്ലാത്ത താരങ്ങൾ വീണ്ടും വരുന്നത് ഒരു പോസിറ്റീവ് ഘടകമാണ്. എല്ലാം എന്തുകൊണ്ടും ആഭ്യന്തര താരങ്ങൾക്കും ഒരു ഇതാണ്, സീനിയർ താരങ്ങൾക്ക് വെച്ച് കളിക്കാൻ വരുന്ന ഒരു അവസരമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു സാഹചര്യം സീനിയർ താരങ്ങൾക്കൊരു രോഹിത്തിനൊപ്പം കളിക്കാൻ പറ്റി, അല്ലെങ്കിൽ പന്തിനൊപ്പം കളിക്കാൻ പറ്റി എന്ന രീതിയിലേക്ക് മാത്രം ഇത് മാറിപ്പോകണം സംശയം. കാരണം അവർക്ക് ഫൈറ്റ് ഫോം പറഞ്ഞാൽ 18 ബോൾ കളിച്ചിട്ട് 3 റൺ എടുത്തിട്ട് വിക്കറ്റ് വലിച്ചെറിയേണ്ട അവസ്ഥ വരുന്നു. വിക്കറ്റ് നഷ്ടപ്പെടുന്നു പറയുമ്പം രോഹിത്തിന് വീണ്ടും ഒരു മാനസികമായിട്ട് തള്ളിയിട്ടാണ്. നമ്മളിപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ കളിക്കുന്ന ടൂർണമെൻറ്റും കൂടി ഏറ്റവും കാണാം. ഇതിനെ 2020 ടീം മാറി നിൽക്കുന്ന സമയത്ത് ഇപ്പം കഴിഞ്ഞ ദിവസം കളിയിൽ ആ ഫോം തുടർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അതേ ഫോം തുടർന്നിട്ട് തന്നെയാണ് മികച്ച തുടക്കം കിട്ടിയിട്ടുണ്ട് സൂര്യകുമാർ യാദവിനും ടീമിനും. പക്ഷേ മറ്റേ ടെസ്റ്റ് ടീമിലേക്ക് വരുമ്പോഴേക്കും ആ പ്രശ്നമുണ്ട്. ഏതൊരു ടീമിനും ടെസ്റ്റ് ടീമിൽ ഏകദേശം വരെ താരങ്ങൾ കളിക്കുന്നത്. അവരിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ രഞ്ജിയിലെ പരാജയത്തിൻ്റെ ഇതും കൂടെ കൊണ്ടുവേണം ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്ക് പോകാനാണ് എനിക്ക് തോന്നുന്നത്. അതെ, അല്ല എന്തായാലും കാത്തിരിക്കേണ്ടി വരും. ഇനി ഇന്നിങ്സ് കളിക്കാനുണ്ട്. പക്ഷെ എന്നാൽ കൂടി ഇപ്പോൾ രോഹിത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവസാനമായിട്ട് 2015 നവംബറിലാണ് രോഹിത് കളിക്കുന്നത്. അന്ന് രോഹിത് സെഞ്ചുറി നേടിയിട്ടുണ്ട്. മുംബൈക്ക് വേണ്ടിയിട്ട് ഉത്തർപ്രദേശിനെതിരെ വാങ്കഡയിൽ വെച്ചിട്ടാണ് മത്സരം നടന്നത്. ആ മത്സരത്തിൽ 113 റൺസ് രോഹിത് ശർമ്മ സ്കോർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ശ്രേയസ് അയ്യരുമായിട്ട് 198 റൺസിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്.
അപ്പൊ ആ ഒരു അർത്ഥത്തിലൊരു അന്ന് കത്തി നിൽക്കുന്ന ഒരു സമയമാണെന്ന് പറയാം. പക്ഷെ ഓസ്ട്രേലിയൻ പര്യടനത്തിലൊരു പരാജയം ഒരുപക്ഷെ രോഹിത്തിന്റെ വിരമിക്കൽ പരാജയം തന്നെയായിരുന്നു. പറയാൻ പറ്റും. എനിക്കൊരു സംശയമുള്ളത് രോഹിത് ഒരു പക്ഷെ വിരമിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ വന്നു. അവസാന മത്സരം കളിക്കില്ല, ഇനി വിരമിക്കുന്ന ഒരു ഇതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി രഞ്ജി കളിച്ചു എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും, അന്താരാഷ്ട്ര കരിയറിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അതാണ് അവിടെ വേറൊരു ചർച്ചയും കൂടി ഇപ്പം ഉയർന്നു വരും. കാരണം രഞ്ജി ഇപ്പം പറഞ്ഞ പോലെ തന്നെ 2ാം ഇന്നിംഗ്സിൽ വരാനുണ്ട്. അടുത്ത മത്സരങ്ങളിലൊക്കെ രോഹിത് അങ്ങനെ കളിക്കുന്നത് കാത്തിരുന്ന് കളയുന്നത്. പക്ഷേ ബോർഡർ ഗാവസ്കർ കപ്പിൽ 5ാമത്തെ മത്സരത്തിൽ ഇന്ത്യ നയിച്ചത് ബൂംറയാണ്. അവിടെ ഓസ്ട്രേലിയ പോയിട്ട് 1ാമത്തെ മത്സരത്തിൽ നയിച്ച് ടീമിനെ വിജയിപ്പിച്ച താരമാണ് ബൂംറ. 5ാം മത്സരത്തിൽ രോഹിത് മാറി നിൽക്കുമ്പോൾ ബൂംറ നയിച്ചിട്ടുണ്ട്. ഒരു നായകന്റെ അഭാവം അവിടെ ടീമിനെ അറിയുന്നില്ല. ബൂംറ അത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകും. മറിച്ച് ഇവിടെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഫോം തെളിയിക്കാമെന്ന് രോഹിത്തിന് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പരമ്പരയ്ക്ക് വരുമ്പോൾ രോഹിത്തിന്റെ സ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടും. നായകൻ എന്ന പേരിൽ മാത്രം ടെസ്റ്റ് ടീമിലേക്ക് ഇപ്പം അവസരം കിട്ടണമെന്നില്ല. കാരണം ഇപ്പോൾ 5ാമത്തെ ടെസ്റ്റിൽ രോഹിത് സ്വമേധയാ മാറി നിന്നെയാണെന്ന് പറയുന്നു. അല്ല, ടീം ആവശ്യപ്പെട്ട് മാറി നിന്നാണെന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. അത് എന്ത് തന്നെയാലും രോഹിത്തിന് അറിയാം താൻ ഫോമിലല്ല മാറി നിൽക്കേണ്ടതാണെന്ന്. അങ്ങനെ ഒരു ബോധമുള്ള താരത്തിന് രഞ്ജി ട്രോഫിയിൽ തിളങ്ങാൻ പറ്റില്ലെങ്കിൽ അടുത്ത മത്സരത്തിലേക്ക് രാജ്യാന്തര മത്സരത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ കളിക്കാൻ പറ്റുമോ, അതിൻ്റെ സ്ഥാനം എങ്ങനെയാണ് രോഹിത്തിന് തന്നെ സ്വയമേ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം ഇതിൽ തിളങ്ങാൻ പറ്റിയില്ലെങ്കിൽ ടെസ്റ്റ് ടീമിൻ്റെ നായകൻ പോയിട്ട് ടെസ്റ്റ് ടീമിലൊരു അംഗം എന്ന രീതിയിൽ തന്നെ രോഹിത്തിന് മടങ്ങി വരാൻ പറ്റുമോ എന്ന ചോദ്യം കൂടെ ചോദിച്ചതിനുമായി മാത്രം മാറും. ചാമ്പ്യൻസ് ട്രോഫി വരുന്നുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ വേറെ ഫോർമാറ്റിലാണ്. പക്ഷേ തിളങ്ങാൻ പറ്റിയാൽ രോഹിത്തിന് വീണ്ടും അനായാസം മടങ്ങിയെത്താൻ പറ്റും. അത് ഏകദിന ക്രിക്കറ്റ് ആയാലും T20 ക്രിക്കറ്റ് ആയാലും രോഹിത് ഫോമിലാണെങ്കിൽ ടെസ്റ്റ് ടീമിലേക്ക് ഒരു ക്യാപ്റ്റൻ വരുമ്പോൾ വീണ്ടും ഉൾപ്പെടുത്തുന്ന വലിയൊരു പ്രശ്നമുണ്ടല്ലോ. സീനിയർ താരമാണെന്നുള്ള പരിഗണനയോടെ കിട്ടും. പക്ഷേ ഇതിപ്പോൾ ഈ ടെസ്റ്റ് ടീമിലും ചാമ്പ്യൻസ് ട്രോഫിയിലും പരാജയപ്പെട്ടു പോയാൽ രോഹിത്തിന്റെ ഭാവി തന്നെ ചോദിച്ചിട്ടുള്ള ആവശ്യം. പിന്നെ നമ്മൾ പറയുമ്പോൾ കോഹ്ലിയുടെ കേസും കൂടെ പറയണം. കോഹ്ലിയും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കേണ്ടതാണ്. പക്ഷേ കഴുത്തുവേന നല്ല രീതിയിൽ മാറി നിൽക്കുമായിരുന്നു. അപ്പം കോഹ്ലിക്ക് ആ ഒരു ഇതുണ്ട് അവിടെ. രഞ്ജി ട്രോഫിയിൽ കളിച്ച് പരാജയമാണോ അല്ലെങ്കിൽ ഫോമിലാണോ എന്ന് അറിയിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ രോഹിത്തിനും താരങ്ങൾക്കും അത് തിരിച്ചടിയായിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും ഈ കോഹ്ലിയുടെ കാര്യം കൂടി പറയേണ്ടത് തന്നെയാണ്. പക്ഷേ കോഹ്ലി അടുത്ത മത്സരത്തിൽ ഉണ്ടാവും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ടെസ്റ്റ് ടീമിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ബാറ്റർമാരെല്ലാവരും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു മത്സരം ആണ് രഞ്ജിയിൽ നമുക്കിപ്പോ കാണാൻ ടീമിനോടാണ് രോഹിത്തും സംഘവും. അതെ, ആകെ അബ്ദുൽ സമദ് മാത്രമാണ് ഒരു അറിയപ്പെട്ട താരമായിട്ട് ടീമിലുള്ളത്. സൺറൈസ് ഹൈദരാബാദിന് വേണ്ടി കളിക്കുന്ന അബ്ദുൽ സമദ്. അപ്പോൾ ബാക്കിയുള്ള ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതൊരു വീണ്ടും വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട്. ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു വലിയൊരു ചരിത്രമായ ഒരു മത്സരത്തിൽ പോലും ഇങ്ങനെ നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനം എന്ന് പറയുന്നത്. വാർത്തസമ്മേളനത്തിൽ പറഞ്ഞ പോലെ ആഭ്യന്തര ക്രിക്കറ്റിൽ മാറി നിൽക്കുമായിരുന്നില്ല എത്ര ആളും. ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമില്ലാത്തവരല്ല സീനിയർ താരങ്ങൾ. അവർ ഷെഡ്യൂൾ കാരണം കളിക്കാൻ പറ്റാത്തതാണ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ IPL കഴിഞ്ഞിട്ടാണ് ഒരു ടൈം കിട്ടുന്നത്. പക്ഷേ ആഭ്യന്തര സീസൺ കഴിഞ്ഞു പോകും. അപ്പം ആ ആഭ്യന്തര സീസണിൽ കഴിക്കുന്നത് ഒരു പോസിറ്റീവായിട്ട് മാത്രമേ കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഫസ്റ്റ് ഇന്നിംഗ്സിലെ 1ാം ഇന്നിംഗ്സിലെ തിരിച്ചടി പോലും രോഹിത്തും സംഘത്തിനും മറികടക്കാൻ പറ്റുമായിരിക്കാം. കാരണം അവർക്ക് എന്തായാലും രോഹിത്തിനെ പോലെ ഒരു ചാമ്പ്യൻ ഒരു താരത്തിന് മടങ്ങി വരും അത്ര പ്രയാസമായിരിക്കില്ല. ഇപ്പം ജമ്മുവിന് ഒരു 2ാം ഇന്നിംഗ്സിലോ അല്ലെങ്കിൽ അടുത്ത മത്സരങ്ങളിൽ വരുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് ആകുമ്പോൾ രോഹിത് തീർച്ചയായും തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയുള്ള താരം തന്നെയാണ് ഇന്ത്യൻ നായകൻ. പക്ഷെ അത് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ ആണ് ആ ഭാവി നമ്മൾ നേരത്തെ ചോദിച്ചതിനോട് ബാക്കിയാവുന്നത്. പക്ഷെ രോഹിത് മികച്ച രീതിയിൽ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതെ, എന്തായാലും നമുക്ക് കണ്ടറിയാം. നമുക്കൊരു മത്സരം കൊണ്ട് മാത്രമേ വിലയിരുത്താൻ കഴിയില്ല. നമ്മളിപ്പോൾ ഒരു മത്സരം വെച്ചല്ല ഈ ആദ്യ ഇന്നിംഗ്സിലെ ന്യൂസിലാൻഡോടും ഈ ഓസ്ട്രേലിയയിൽ പോയി മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. തുടർച്ചയായ പരാജയങ്ങളാണ്. അതേ പരാജയം ആഭ്യന്തര ക്രിക്കറ്റിലും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രതിസന്ധി ആകുന്നത്. ഈ പേര് മാത്രമല്ല, രോഹിതിന്റെ കേസ് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പന്തായാലും ഗില്ലായാലും എല്ലാം ഈ ഒരു ഫോമിൽ പോയാൽ ഇന്ത്യൻ ടീമിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അവർ തിരിച്ചു വന്നേ പറ്റൂ. അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്ന താരങ്ങളാണ്. തിരിച്ചെടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതെ, എന്തായാലും കണ്ടറിയാം.